വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ്, ദാറ്റ് ഈസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്സ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞത്. അവിടെ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഓവർഹെഡ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യുക, അതായിരുന്നു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, എന്നാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കോസ്റ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അപ്പോർഷൻ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ടേംഡ് ആസ് റീ അപ്പോർഷൻമെന്റ് ഓർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ്. ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടതുപോലെ കുറച്ച് ബേസിസ് ഉണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റും അതുപോലെ ബേസും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഓവർഹെഡ് വാല്യൂ ഓർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ്, അതിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഓഫ് പർച്ചേസ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ്. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ലേബർ വെൽഫെയർ എക്സ്പെൻസ് നമ്പർ ഓഫ് എംപ്ലോയീസ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അത് അസറ്റിനും റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വരാം, ബിൽഡിങ്സിന് വരാം. അപ്പോൾ അവേഴ്സ് വർക്ക്ഡ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് അസറ്റ് ഏത് ബേസാണോ തന്നിരിക്കുന്നത് ആ ഒരു ബേസിലായിരിക്കണം റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എടുക്കേണ്ടത്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ്. ടൈം കീപ്പിംഗ് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസ്. അതുപോലെ ഇൻസ്പെക്ഷൻ അവേഴ്സ് ഓർ വാല്യൂ ഓഫ് ഐറ്റംസ് ഇൻസ്പെക്റ്റഡ്, തന്നിരിക്കുന്ന ബേസ് ഏതാണോ അതിൻ്റെ ബേസിലെടുക്കുക. ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട് വെയിറ്റ് ഓർ വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. എക്സ്റ്റേണൽ ട്രാൻസ്പോർട്ട് കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ടഡ് എടുക്കുക. ദെൻ ലാസ്റ്റ് ജനറൽ ഓവർഹെഡ്. ജനറൽ ഓവർഹെഡ് എന്ന് പറയുന്ന ഐറ്റം ഡയറക്റ്റ് വേജസിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ കോസ്റ്റും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് മെത്തേഡ്സ് ആണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്, സ്റ്റെപ്പ് മെത്തേഡ് ആൻഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇതിൽ ഫസ്റ്റ് മൂന്നെണ്ണം ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനും റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനും സൈമൾട്ടേനിയസ് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇത് മൂന്നും ചോദിച്ചു കാണാറുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ദി കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആർ ഷെയർഡ് ഡയറക്ട്ലി എമംഗ്സ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ സം ഇക്വിറ്റബിൾ ബേസിസ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതാത് ബേസിൽ ഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിലും പരസ്പരം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ സർവീസസ് ഈ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് എന്താണോ അത് ഫുള്ളും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിട്ടാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ റീ അപ്പോർഷൻ ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ ശ്രദ്ധിക്കേണ്ടത്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഫുള്ളും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമേ റീ അപ്പോർഷൻമെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് റീ അപ്പോർഷൻമെന്റ് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് Casting Limited for the month of January 2015. You are required to apportion the overhead to production department. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ അപ്പോർഷൻ ദി ഓവർഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപ്പോർഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ഐറ്റംസ് ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, നമ്പർ ഓഫ് വർക്കേഴ്സ്, മോട്ടീവ് പവർ, ലൈറ്റ് പോയിൻറ്റ്സ്, വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് ഫ്ലോർ ഏരിയ ഓക്യുപ്പൈഡ്, ഇതെല്ലാം ബേസാണ്, അപ്പോർഷൻ ചെയ്യേണ്ട ബേസാണ് തന്നിരിക്കുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3 എണ്ണം ABC, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 എണ്ണം Xും Yയും.
അപ്പോൾ ഈ ഒരു ബേസിൽ ഡയറക്റ്റ് ആയിട്ട് 2 ഐറ്റംസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ അലോക്കേറ്റ് ചെയ്ത് കാണിക്കണം. അതിൻ്റെ താഴെയാണ് ബേസ് തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് എക്സ്പെൻസസ് ആണ്, ജനുവരി മാസത്തെ എക്സ്പെൻസസ് ആണ്, സ്റ്റോഴ്സ് ഓവർഹെഡ്. അപ്പോൾ ഇത് ഏത് ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? സ്റ്റോഴ്സ് ഓവർഹെഡ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, വാല്യൂ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയുടെ ബേസിലാണ് ഈ സ്റ്റോഴ്സ് ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യേണ്ടത്. മോട്ടീവ് പവർ, ലൈറ്റിംഗ്, ലേബർ വെൽഫെയർ, ഡിപ്രീസിയേഷൻ, റിപ്പയർ, ജനറൽ ഓവർഹെഡ്, റെന്റ് ആൻഡ് ടാക്സസ്. ഇത് അതാത് ബേസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോർഷൻ ദി എക്സ്പെൻസസ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ഇൻ ദ റേഷ്യോ 4:3:3 ആൻഡ് ദാറ്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വൈ ഇൻ ദ റേഷ്യോ ഓഫ് ഡയറക്റ്റ് വേജസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ എക്സും വൈയും നോക്കിയേ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലേ. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതാണ്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് തന്നിരിക്കുന്ന റേഷ്യോ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയ എക്സ് ഈ ഒരു റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യണം. സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയ വൈ ഡയറക്റ്റ് വേജസിന്റെ റേഷ്യോയിലും അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബേസും തന്നിട്ടുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് എത്രയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് എത്രയാണെന്നെല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് ചെയ്യണം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്. ആ വീഡിയോ കാണാത്തവർ അത് കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഹെഡിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് എഴുതി, എക്സ്പെൻസസ്, ബേസിസ് ഓഫ് അപ്പോർഷൻമെന്റ്, ടോട്ടല്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റും. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബേസ്, ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും. ഇത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. നമ്മൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തരുന്ന ഈ കോസ്റ്റുകൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ അപ്പോർഷൻ ചെയ്തു കൊടുക്കുന്നുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ തരുന്ന ഈ 2 എക്സ്പെൻസസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രം അലോക്കേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാം. ഞാനിവിടെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതി, ഡയറക്റ്റ് അലോട്ട്മെൻറ്റ്, ടോട്ടൽ എമൗണ്ട് 25,000. അതിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെറ്റീരിയൽ 15,000ഉം 10,000ഉം തന്നിട്ടുണ്ട്. അത് എക്സിനും വൈക്കും കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടലാണ് 25,000 കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡയറക്റ്റ് വേജസ് ആണ്. അത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിലും വൈയിലും 10,000 വീതമാണ്. അപ്പോൾ അത് 10,000 എഴുതി, ടോട്ടൽ 20,000ഉം എഴുതി. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത്, ഇവിടെ എക്സ്പെൻസസ് തന്നിരിക്കുന്നത് സ്റ്റോഴ്സ് ഓവർഹെഡ് ആണ്. അപ്പോൾ സ്റ്റോഴ്സ് ഓവർഹെഡ് എന്ന് പറയുന്ന ഐറ്റം അലോക്കേറ്റ് ചെയ്യേണ്ട ബേസ് വാല്യൂ ഓർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം. ഇവിടെ ഞാൻ ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതി. ഡയറക്റ്റ് മെറ്റീരിയലിന് തന്നിരിക്കുന്ന റേഷ്യോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ 30,000, 25,000, 20,000, 15,000, 10,000 ആണ്. അപ്പോൾ ഇവിടെ റേഷ്യോ എഴുതുമ്പോൾ നമുക്ക് ഈ 3 zeros കട്ട് ചെയ്യാം. ഇവിടെ ഇത് 30, 25, 20, 15 ആൻഡ് 10. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. 6:5:4:3:2 വരും. ആ ഒരു റേഷ്യോ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 6:5:4:3:2.
സ്റ്റോഴ്സ് ഓവർഹെഡിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 4000 ആണ്. ഈ 4000 ആണ് നമ്മൾ കണ്ടുപിടിച്ച റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4000 എഴുതി ഈ ഒരു റേഷ്യോയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്, നെക്സ്റ്റ് തന്നിരിക്കുന്ന എക്സ്പെൻസസ് മോട്ടീവ് പവർ. മോട്ടീവ് പവർ 2500 ആണ്. ഇത് അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് തന്നിരിക്കുന്നത് കണ്ടോ, മോട്ടീവ് പവറിന് യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് കൺസ്യൂംഡ് ആ ഒരു ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ റേഷ്യോ വരുന്നത്, ഈ സീറോസ് കട്ട് ചെയ്യാം, ഇവിടെ റേഷ്യോ വരുന്നത് 8:6:6:2:3 ആണ്. ഈ ഒരു റേഷ്യോയിൽ മോട്ടീവ് പവറിൻ്റെ എമൗണ്ട് 2500 അപ്പോർഷൻ ചെയ്യണം. ഇതുപോലെ 2500 ഇതുപോലെ ഡിവൈഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിങ്ങിന് തന്നിരിക്കുന്ന ബേസ് ലൈറ്റ് പോയിൻറ്റ്സ് ആണ്. ഈ ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ റേഷ്യോ എടുക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 10, 15, 15, 5, 5 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 5 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 2:3:3:1:1 വരും. ലൈറ്റിങ്ങിൻ്റെ എമൗണ്ട് വന്നിരിക്കുന്നത് 400 ആണ്. ഇത് 400 ഈ ഒരു റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്തു. ദെൻ അടുത്ത എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലേബർ വെൽഫെയർ ആണ്. ലേബർ വെൽഫെയർ 6000 ആണ് തന്നിരിക്കുന്നത്. ഇത് അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് നമ്പർ ഓഫ് വർക്കേഴ്സ്. നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ റേഷ്യോ 4:3:3:1:1 ആ ഒരു റേഷ്യോ വരും. 4:3:3:1:1. ദെൻ ലേബർ വെൽഫെയർ എമൗണ്ട് എഴുതി, ടോട്ടൽ എമൗണ്ട്. ദെൻ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്തു. അതുപോലെ തന്നിരിക്കുന്ന ബാക്കി എല്ലാ എക്സ്പെൻസസും അപ്പോർഷൻ ചെയ്തു. ഡിപ്രീസിയേഷനും റിപ്പയറും ജനറൽ ഓവർഹെഡ്. ജനറൽ ഓവർഹെഡാണ് ഡയറക്റ്റ് വേജസിൻ്റെ ബേസ് പറഞ്ഞിരുന്നത്. റെൻ്റ് ആൻഡ് ടാക്സസ് ഫ്ലോർ ഏരിയയുടെ ബേസിൽ അപ്പോർഷൻ ചെയ്തു. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ, ഇത് ടോട്ടൽ കോളമാണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സി, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുമാണ് നമുക്ക് റീ അപ്പോർഷൻ ചെയ്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ആ റീ അപ്പോർഷൻമെൻറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ എല്ലാ എക്സ്പെൻസസും അലോക്കേറ്റ് ചെയ്യേണ്ട ബേസും അതുപോലെ റേഷ്യോസും ആണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ അപ്പോർഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ക്ലിയർ ആകാത്തവർ ഓവർ ഹെഡിൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതിൽ ഈ ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. റീ അപ്പോർഷൻമെൻറ്റ് ചെയ്യാനായിട്ട് ഹെഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. ബ്രാക്കറ്റിൽ ആ ഒരു മെത്തേഡ് എഴുതുക. എക്സ്പെൻസസ് ബേസ് ഏതാണോ അത് എഴുതുക. ടോട്ടൽ കോളം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ABC. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമാണ് റീ അപ്പോർഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം വരച്ചാൽ മതി. ദെൻ ഇനി ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തപ്പോൾ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അല്ലേ, ഇതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ABC അതുപോലെ XYയുടെ ടോട്ടലാണ് ഇതെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇവിടേക്ക് എഴുതാം. ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. ബേസ് ഇവിടെ ഇല്ല, നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതാണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇവിടെ നോക്കാം.
പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എയിൽ 12,580, ബിയിൽ 9,520, സിയിൽ 8,220. ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഈ 3 എമൗണ്ടിൻ്റെയും ടോട്ടൽ കോളത്തിലേക്ക് എഴുതണം. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 30,320 വരും. അത് ടോട്ടൽ കോളത്തിലേക്ക് എഴുതി. ഇനി ചെയ്യേണ്ടത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റായ 27,940 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യണം. അതിന് നമുക്ക് ക്വസ്റ്റ്യനിൽ റേഷ്യോ തന്നിട്ടുണ്ട്. 4:, കണ്ട ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ റേഷ്യോ ആണ് 4:3:3. ഈ ഒരു റേഷ്യോയിലാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഓവർഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് എഴുതുക. ഓവർഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്. ഇവിടെ തന്നിരിക്കുന്നത് ടോട്ടൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് 27,940 എന്നുള്ളത് ടോട്ടൽ കോളത്തിലേക്ക് 27,940. ഇവിടെ എഴുതേണ്ടത് റേഷ്യോ ആണ്. റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:3:3. ഈ എമൗണ്ട് ഈ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 11,176 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റേക്ക്, 8,382 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റായ ബി, 8,382 തന്നെ സിക്കും വരും. ദെൻ ഇനി ചെയ്യുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ 22,840 ഇതുപോലെ അപ്പോർഷൻ ചെയ്യണം. അതിൻ്റെ റേഷ്യോ പറഞ്ഞിരുന്നത് ഡയറക്റ്റ് വേജസ് ആണ്. അപ്പോൾ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തപ്പോൾ ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോ ഇവിടെ ജനറൽ ഓവർഹെഡ് ഡിവൈഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി റീ അപ്പോർഷൻ ചെയ്യാനും ഈ ഒരു റേഷ്യോൻ്റെ ബേസാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യനിൽ നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് വൈ ഇൻ ദ റേഷ്യോ ഓഫ് ഡയറക്റ്റ് വേജസ്. കണ്ടോ, ഈ ഡയറക്റ്റ് വേജസിൻ്റെ റേഷ്യോ ആണ് ഇവിടെ എടുത്തിരുന്നത്. ഇവിടെ ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ആണ്. ഇനി റീ അപ്പോർഷൻ ചെയ്യുമ്പോൾ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റേഷ്യോ നമുക്ക് ആവശ്യമില്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3 റേഷ്യോസ് മാത്രമാണ് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എക്സ് എഴുതിയതുപോലെ തന്നെ ഓവർഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ എഴുതുക. ഓവർഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് വൈ റേഷ്യോ വരുന്നത് 7:6:5 ആണ്. എമൗണ്ട് 22,840. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 8,882, 7,613, 6,345 വരും. ഇതെല്ലാം എഴുതിയതിന് ശേഷം ഇത് ടോട്ടൽ ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ടോട്ടൽ കോളും. ഇവിടെ 81,100, 32,638, 25,515, ലാസ്റ്റ് 22,947. ഇതാണ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ദി ഓവർഹെഡ് എക്സ്പെൻസസ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ആർ റീഡിസ്ട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് ടു ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൺ ഇക്വിറ്റബിൾ ബേസിസ്. ദി ബേസിസ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റ് ഈസ് ഗിവൺ ഇൻ പെർസെൻറ്റേജസ്. ഇവിടെ പറയുന്നത്
പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയിൽ കിട്ടുന്ന ഓവർഹെഡ് എക്സ്പെൻസസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അതാത് ബേസിൽ അലോട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ബേസ് റീ അപ്പോർഷൻമെന്റിന് വരുന്ന ബേസ് പെർസെൻറ്റേജിലാണ് തരാറ്. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും മറ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും തന്നിരിക്കുന്ന ബേസ് പെർസെൻറ്റേജ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഇത് അപ്പോർഷൻ ചെയ്യുന്നത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് വളരെ ചെറിയൊരു ഫിഗർ ആകുന്നത് വരെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു എമൗണ്ട് ആകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് എമൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എമൗണ്ട് വരുന്ന സിറ്റുവേഷനിൽ അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർഹെഡ്സ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ കമ്പനി ഹാവിംഗ് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എ, ബി ആൻഡ് സി ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് എക്സ് ആൻഡ് വൈ. ഡിപ്പാർട്ട്മെന്റ് എക്സ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഡിപ്പാർട്ട്മെന്റ് വൈ ഫോർ സപ്ലൈ ഓഫ് വാട്ടർ. ഇവിടെ എക്സും വൈയും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് വൈ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ എക്സ് ഫോർ പവർ സപ്ലൈ. ഓക്കെ, 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദി എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആർ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും വന്നിരിക്കുന്ന എക്സ്പെൻസസ് ആണ് ഈ തന്നിരിക്കുന്നത്. ദെൻ അതിൻ്റെ താഴെ എക്സ്പെൻസസ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് വൈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. ദി സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ഷുഡ് ബി അപ്പോർഷൻഡ് ആസ് ഫോളോസ്. ഈ ഒരു റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് നമ്മൾ കണ്ടതാണ്. അപ്പോർഷൻ ചെയ്യുന്നത് സാധാരണ പെർസെൻറ്റേജ് ആണ് തരുന്നതെന്ന്. ഇവിടെ തന്നിരിക്കുന്നത് പെർസെൻറ്റേജ് ആണ്. കണ്ട, എക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ ഒരു പെർസെൻറ്റേജിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യണം. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് വൈയുടെ എക്സ്പെൻസസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്യേണ്ട പെർസെൻറ്റേജ് ആണിത്. In view of the interdependence of department, redistribute the expenses using repeated distribution method. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റീഡിസ്ട്രിബ്യൂഷൻ ആണ്. ഏത് മെത്തേഡിൽ? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ് എന്ന ഹെഡിങ് എഴുതാം. ദെൻ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാക്കറ്റിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഇവിടെ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 ഡിപ്പാർട്ട്മെൻറ്റും എഴുതി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 അതിൻ്റെയും എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു റീ അപ്പോർഷൻമെൻറ്റിലേക്ക് എഴുതേണ്ടത് ടോട്ടൽ ഓവർഹെഡ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ഓവർഹെഡ് എഴുതണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഓവർഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 4 lakh, 3 lakh 50, 2 lakh 50 ഇവിടേക്ക് എഴുതാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് 4 lakh, ബി 3,50,000 ആൻഡ് സി 2,50,000. ഇനി എക്സും വൈയും, എക്സിന് 1,17,000, വൈ 1,50,000. ഇവിടെ 1,17,000, വൈക്ക് 1,50,000. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാണ്. ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 കോസ്റ്റാണ് നമുക്ക് ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ ആയിട്ട് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് എടുക്കണം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 1,17,000 റുപ്പീസാണ്.
ഈ എമൗണ്ട് അപ്പോർഷൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഈ 1,17,000 താഴേക്ക് ഇറക്കി എഴുതാം. ഇതാണ് അപ്പോർഷൻ ചെയ്യാനുള്ളത്. എന്നിട്ട് ഇതിനെ ബ്രാക്കറ്റിലിടാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഈ ഒരു ഫിഗർ നമ്മൾ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ട് അപ്പോർഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ട ബേസ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എക്സ്പെൻസസ് ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പെൻസസ് എക്സ് ഒഴികെ എക്ക്, ബിക്ക്, സിക്ക്, അതുപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റായ വൈക്ക് അപ്പോർഷൻ ചെയ്യണം. ഇവിടെ പെർസെൻറ്റേജ് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫിഗർ 20, 40, 30 ആൻഡ് 10 ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ 2:4:3:1 എഴുതാം. ഓക്കെ, ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 1,17,000 അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പർട്ടിക്കുലർ കോളത്തിൽ റീ അപ്പോർഷൻമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് എഴുതാം. റീ അപ്പോർഷൻമെൻറ്റ് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ്. ആദ്യം ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ബ്രാക്കറ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ട റേഷ്യോ, അതായത് 2:4:3:1 എക്സിനില്ല 1. ഓക്കെ, ഈ ഒരു റേഷ്യോ എഴുതി അപ്പോർഷൻ ചെയ്യേണ്ട കോസ്റ്റ് കിട്ടി. അപ്പോൾ ഇത് അപ്പോർഷൻ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം. 1,17,000 ആണ് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത്. അതേ ഇൻറ്റു എക്ക് 2 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. 10 വരും, 10. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് വരുന്ന എമൗണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 23,400 വരും. ദെൻ ബി ഇതുപോലെ തന്നെ 1,17,000 ഇൻറ്റു 4/10 ചെയ്യാം. എമൗണ്ട് 46,800. ദെൻ നെക്സ്റ്റ് അപ്പോർഷൻ ചെയ്യുമ്പോൾ 35,100. ഇവിടെ ഈ ഒരു ഫിഗറാണ് നമ്മൾ അപ്പോർഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 11,700. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ കോസ്റ്റ് ഇത് നമ്മൾ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപ്പോർഷൻ ചെയ്തു ഈ ഒരു റേഷ്യോയിൽ. ഇനി വൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ വൈ എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് 1,50,000 ഉണ്ടായിരുന്നു. അതും ഈ ഒരു 11,700 കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ വൈയിൽ വരുന്ന ടോട്ടൽ കോസ്റ്റ് 1,61,700 ആണ്. ഓക്കെ, ഈ ഒരു ടോട്ടൽ കോസ്റ്റാണ് ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമായിട്ട് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ വൈഡ് എക്സ്പെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈഡ് എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യേണ്ടത് ഈ ഒരു റേഷ്യോയിലാണ്. 4:2:2:2. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2:1:1:1 വരും. അപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈ എഴുതുക. റേഷ്യോ 2:1:1:1 വൈക്കില്ല അല്ലേ? ഈ ഒരു റേഷ്യോ എഴുതി വെച്ചു. ദെൻ അപ്പോർഷൻ ചെയ്യേണ്ട എമൗണ്ട് ഇത് കിട്ടിയത് ക്ലിയർ ആണല്ലോ. ഇത് ഈ ഒരു റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം 1,61,700 ഇൻറ്റു 2 ആണ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ടോട്ടൽ 5. കിട്ടുന്ന എമൗണ്ട് 64,680. അതുപോലെ ഇവിടെ ഓരോന്നും ഡിവൈഡ് ചെയ്യുക. 1,61,700 ഇൻറ്റു 1/5 1/5 ചെയ്യുമ്പോൾ 32,340 വരും.
നെക്സ്റ്റ് 1 തന്നെയാണ്, സെയിം ഫിഗർ തന്നെയായിരിക്കും വരുന്നത്. 32,340. ഇവിടെയും 32,340. ഇനി നോക്കാം, സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിലേക്ക് ഇപ്പോൾ വൈ എന്നുള്ളൊരു 32,340 വന്നിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് അപ്പോർഷൻ ചെയ്യേണ്ടത് ഈ ഫിഗറാണ്. ഓക്കെ, അപ്പം നമ്മൾ താഴെയായിട്ട് 32,340 അപ്പോർഷൻ ചെയ്യണം. ആ എമൗണ്ട് ബ്രാക്കറ്റിലേക്ക് എഴുതാം അല്ലേ. ഇത് എക്സിൻ്റെ കോസ്റ്റാണ്. അപ്പം എക്സിൻ്റെ റേഷ്യോ എഴുതണം. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ റേഷ്യോ എത്രയാണ്? 2:4:3:1 ആണ്. അപ്പോൾ ആ ഒരു റേഷ്യോ എഴുതി ഈ എമൗണ്ട് അപ്പോർഷൻ ചെയ്യുമ്പോൾ ഇവിടെ 6,468, 12,936, 9,702, ലാസ്റ്റ് 3,234. ഓക്കെ, ഇനി വൈയിൽ കണ്ടോ, വൈയിൽ ഇപ്പോൾ എക്സിൽ നിന്നുള്ളൊരു 3,000 സംതിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് അപ്പോർഷൻ ചെയ്യേണ്ടത് ഇതാണ്. നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് സ്മോളസ്റ്റ് ഫിഗർ ആകുന്നത് വരെ ഈ ഒരു അപ്പോർഷൻമെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് വൈയുടെ കോസ്റ്റാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് വൈ ആണ്. റേഷ്യോ 2:1:1:1 അല്ലേ. ഇത് അപ്പോർഷൻ ചെയ്യുമ്പോൾ 1,293, then 647, again 647. ഓക്കെ, ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് ഈ 647 ആണ് നമുക്ക് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ താഴെ 647 എഴുതാം, ഫിഗർ ബ്രാക്കറ്റിൽ എഴുതാം. റേഷ്യോ ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ കോസ്റ്റാണ്. അപ്പോൾ എക്സിൻ്റെ റേഷ്യോ എഴുതണം. എക്സിൻ്റെ റേഷ്യോ 2:4:3:1. ഈ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. 129, 259, 194. ഇവിടെ ഈ ഒരു എമൗണ്ട്, ദെൻ ലാസ്റ്റ് 65. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? 647 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 647 ഇൻറ്റു 1 കണ്ടോ, 1 ഡിവൈഡഡ് ബൈ 10 ആണ്. ഓക്കെ, ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? 647 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 647 ഇൻറ്റു ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബി ആണ്. ബിയുടെ റേഷ്യോ ഏതാ? 4 ആണ് അല്ലേ. 4/10. ഓക്കെ, ഇത് 129 വരുന്നത് 647 ആണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ടോട്ടൽ 10 ആണ്. ഈ ഫിഗർ വരും. ക്ലിയർ ആണല്ലോ. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയിൽ വന്നിരിക്കുന്നത് 65 ആണ്. അപ്പോൾ അടുത്തതായിട്ട് അപ്പോർഷൻ ചെയ്യേണ്ടത് 65 ആണ്. അപ്പോൾ 65 ബ്രാക്കറ്റിലേക്ക് എഴുതി. ഇനി ഇത് വൈയുടെ കോസ്റ്റാണ്. അപ്പോൾ വൈയുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ റേഷ്യോ എഴുതണം. 2:1:1:1. ഓക്കെ, ഇനി ഇത് അപ്പോർഷൻ ചെയ്യുമ്പോൾ 65 ആണ്. 2/5 26. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റേക്ക് 26 വരും. 65 ആണ്. 1/5 ഡിവൈഡ് ചെയ്യാം. 13. ഇവിടെയും 13, ഇവിടെയും 13. ഇനി നെക്സ്റ്റ് അപ്പോർഷൻ ചെയ്യേണ്ടത് ഈ ഒരു ഫിഗറാണ് അല്ലേ. അപ്പോൾ ഇത് ചെറുതായി ഇപ്പം 13 ആയി നിൽക്കുവാണ്. ഈ 13 ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യണം. 13 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ നമ്പറാണ്. അതുകൊണ്ട് ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇല്ലാതെ ബാക്കി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമായിട്ട് അപ്പോർഷൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് എക്സിൻ്റെ കോസ്റ്റാണ്. എക്സിൻ്റെ റേഷ്യോ എടുക്കുക. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ 2:4:3 എടുത്ത് അപ്പോർഷൻ ചെയ്യാം. അതായത് ഇവിടേക്ക് ഇല്ലാതെ. അപ്പോൾ റേഷ്യോ വരുമ്പോൾ
ഇവിടെ ഒരു 2.88, ഇവിടെ 5.77, 4.33 അങ്ങനെ വരുന്നുണ്ട്. അപ്പം അത് ഒന്നും നോക്കണ്ട, ഈ ഒരു 13 ആകുന്നത് വരെ കറക്റ്റായിട്ട് ഇവിടേക്ക് അപ്പോർഷൻ ചെയ്യുക. അതായത് ഇവിടെ 5.77 വരുന്നുണ്ട്, അവിടെ 5 എഴുതുക ഡെസിമൽ ഇല്ലാതെ. ഇവിടെ 4.33 വരുന്നുണ്ട്, അത് നമ്മൾ 4 എഴുതി. ബാലൻസ് അതായത് 5ഉം 4ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 9 വരുന്നുണ്ട്. ഇവിടെ കിട്ടുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 3 എഴുതുവാണെങ്കിൽ 13 ആകുന്നില്ല. അപ്പോൾ ഈ ഒരു 13 ആകാൻ വേണ്ടിയിട്ട് ബാക്കി ഫുൾ എത്രയാണോ ഡെസിമൽ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഇവിടേക്ക് എഴുതുക. അപ്പോൾ 5 + 4 9 + 4 വരുന്നുണ്ട്. ഓക്കെ, 30. ഇതെല്ലാം അപ്പോർഷൻ ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 4,96,000 വരുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ബിയിൽ 4,43,000 വരും. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സിയിൽ 3,28,000. ഇവിടെ എമൗണ്ട് ഒന്നുമില്ല, നിൽ. ഇവിടെയും എമൗണ്ട് ഇല്ല. അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് 0 ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു? റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു രീതി, ഇതിനെയാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലുള്ള റീ അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡും ഈ ഒരു റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.